Good morning guys and welcome back to Femish Stories. ഞാനിപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ. സോ ദിസ് ഇസ് എ ഡേ ഇൻ മൈ ലൈഫ് ബട്ട് ആസ് ആൻ ലിഗമെന്റ് ഇഞ്ചുറി പേഴ്സൺ. സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ കാലൊന്നും മടിഞ്ഞു. എനിക്കറിയത്തില്ല എങ്ങനെ പറ്റിയ എന്താ പറ്റിയ ഒന്നും ആക്ച്വലി അറിയത്തില്ല. പക്ഷെ കാലൊന്ന് മടിഞ്ഞു. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നീര് വെച്ചു. അത് കഴിഞ്ഞ് ടീച്ചേഴ്സിനെ വിളിച്ചു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർ പോയി ടീച്ചേഴ്സിനെ വിളിച്ചു. അവർ കണ്ടിട്ടും പറഞ്ഞു ഭയങ്കരമായിട്ട് നീര് വെച്ചു, ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ ആംബുലൻസ് വിളിച്ചു. അപ്പോൾ റെറ്റിംഗ് സ്റ്റിൻസ് എന്നവിടെ പറയണേ. അവർ വന്നു നോക്കി. അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷനായിട്ടൊക്കെ തന്നു. അങ്ങനെ ഇപ്പോൾ കാരണം നല്ല വേദന ഉണ്ടായിരുന്നു അതുകൊണ്ട്. പക്ഷേ എന്താ ഭാഗ്യത്തിന് എല്ലാം ഒന്നും പൊട്ടിയിട്ടില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലിഗമെൻറ്റിന് നല്ലപോലെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് പിന്നെ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അവർ പറഞ്ഞു ഈ ഒരാഴ്ച എന്തായാലും റെസ്റ്റ് എടുക്കണം. എനിക്ക് വെള്ളിയാഴ്ച അതായത് നാളെ, ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, ഇത് സംഭവിച്ചത് തിങ്കളാഴ്ചയാണ്. സോ അപ്പോൾ വെള്ളിയാഴ്ച എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് അവർ പറയും എനിക്കിപ്പോൾ എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെ. അപ്പം അതുവരെ പ്ലാസ്റ്റർ ഇട്ടേക്കുക. പ്ലാസ്റ്റർ അഴിക്കാനായിട്ട് വേണം നാളെ പോകാനായിട്ട്. എന്നിട്ട് നാളെ ഒന്നും കൂടെ സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെയാണ് അവർ പറഞ്ഞത്. സോ അത് കഴിഞ്ഞ് പിന്നെ മരുന്നായിട്ട് എനിക്ക് പെയിൻ കില്ലേഴ്സും ഉണ്ട്, പിന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനും ഉണ്ട്. സോ ഞാൻ തന്നെ എടുക്കണം. ഞാൻ ഇന്നലെയാണ് ആക്ച്വലി അത് എടുത്തത്. കാരണം തിങ്കളാഴ്ച ഞങ്ങൾ രാത്രിയിലാണ് തിരിച്ച് വന്നത്. അപ്പം മേടിക്കാൻ പറ്റിയില്ല. എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ട്, ഗംഗ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ്. അപ്പം അവളിവിടെ നിൽക്കുന്നത്. അവളിവിടെ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുക. കാരണം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ഒരു ഇതുമില്ല. അതുകൊണ്ട് അവളുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം. കാരണം എനിക്കല്ലാണ്ട് നടക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പം ഇന്നലെ ഗംഗ പോയി മേടിച്ചുകൊണ്ട് വന്നു. സോ മിനിഞ്ഞാന്ന് അവൾ മരുന്ന് മേടിക്കാൻ നോക്കി. അപ്പോൾ അവൾ എൻ്റെ ഇൻഷുറൻസ് കാർഡ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് മേടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ അവൾ ഇൻഷുറൻസ് കാർഡും കൊണ്ടുപോയി മേടിച്ചു. സോ അങ്ങനെയാണ് അവൾ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ മരുന്നായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഓൾറെഡി എനിക്ക് ഈ ഇഞ്ചക്ഷൻ ഹോസ്പിറ്റലിൽ വെച്ച് ഒരെണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം ഇഞ്ചക്ഷനുള്ളൂ, ബാക്കി എഴുതി തന്നേക്കണം മരുന്നാണെന്നാണ് വിചാരിച്ചത്. എനിക്ക് പെയിൻ കില്ലറും പിന്നെ ഈ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ളതുമാണ് എഴുതി തന്നെ. അപ്പോൾ പെയിൻ കില്ലർ ഞങ്ങൾ മെഡിസിനാണെന്നാണ് വിചാരിച്ചത്. ഇന്നലെ അവൾ മേടിക്കാൻ ചെന്നപ്പോഴാണ് ഇഞ്ചക്ഷനാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ തന്നെ ഞാൻ കുത്തിയത്, ഇഞ്ചക്ഷൻ എടുത്തത് ഞാൻ തന്നെ. ഞാൻ പപ്പയ്ക്കൊക്കെ ഇൻസുലിൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ പേഷ്യൻസിന് ഇൻസുലിനും അല്ലാണ്ടുള്ള ഇഞ്ചക്ഷൻസൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കുത്തുന്നത്. അങ്ങനെ. സോ ഞാനിപ്പോൾ ടോയ്ലറ്റിൽ പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി സെറ്റായിട്ട് തിരിച്ച് വരണം. എനിക്ക് വേണ്ടി അവൾ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വെറുതെ ചെയ്യേണ്ട അടുത്ത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ബോറിംഗ് ഡേ ആയിരിക്കും. കാരണം കൂടുതൽ ടൈം ഞാൻ ബെഡയിൽ ഇങ്ങനെ കിടക്കുക. എനിക്ക് അനങ്ങാനോ എണീക്കാനോ പറ്റില്ല. പിന്നെ എനിക്ക് നടക്കാനായിട്ട് എനിക്കൊരു വോക്കറിൻ്റെ കൂട്ട് വേറൊരു സംഭവമുണ്ട്. ഈ സ്റ്റിക്കില്ലേ, ഈ സ്റ്റിക്ക് അവർ തന്നിട്ടുണ്ട്. എനിക്കത് കുത്തി ചാടി പോകാൻ പറ്റുള്ളൂ. സോ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. കോളൊക്കെ ചെയ്യാണ്ട് പപ്പനെ അമ്മേനെ വിളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിളിച്ചു. ഇനിയിപ്പം കുറച്ച് നേരം നെറ്റ്ഫ്ലിക്സോ യൂട്യൂബോ എന്തെങ്കിലുമൊക്കെ കണ്ടിങ്ങനെ കിടക്കണം. അങ്ങനെ കുറച്ച് നേരം കിടക്കും. ഫോൺ കുത്തിയിടണം. സോ അത് കഴിഞ്ഞ് പിന്നെ കാണാം. സോ ഇപ്പോൾ ടൈം 1 മണി ഏതാണ്ടായെന്ന് തോന്നുന്നു. ഞാൻ ടോയ്ലറ്റിൽ പോയി, അത് കഴിഞ്ഞിട്ട് വന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക്
ഗോതമ്പ് കഞ്ഞിയും മോരുകറിയും അച്ചാറും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞാൻ പോവുക. എത്ര നേരം ജസ്റ്റ് കിടന്ന് യൂട്യൂബ് കണ്ടു, നെറ്റ്ഫ്ലിക്സ് കണ്ടു, അങ്ങനെ ഞാൻ കിടക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴും എണീറ്റ്. ഇനിയിപ്പം അവൾ സ്കൂളിൽ പോയേക്കുക കിങ്ങ. അപ്പം സ്കൂളിൽ പോയേക്കുന്നതുകൊണ്ട് ടൈം ഭയങ്കര താമസിച്ചാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും ചെയ്യാനും ഇല്ല. അങ്ങനെയായിട്ട് ടൈം ഭയങ്കര താമസിച്ചാണ് പോണേ. പക്ഷെ അവൾ വന്നു കഴിയുമ്പം ടൈം ഇങ്ങനെ ഷട്ടപ്പൊട്ടേന്നാണ് പോകുന്നത്. ഞങ്ങൾ പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞിരിക്കും, നോട്ട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കും, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ടൈം പെട്ടെന്ന് പോകും. പക്ഷെ അവൾ രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം വരുന്നിടം വരെ ടൈം എനിക്ക് ഭയങ്കര പാടായിട്ടാണ് പോണേ. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കഞ്ഞി. സോ ഇപ്പം ഞാൻ എൻ്റെ ഗോതമ്പ് കഞ്ഞി കഴിക്കട്ടെ. അവൾ മോരുകറി ഉണ്ടാക്കി വെച്ചു, ഗോതമ്പ് കഞ്ഞിയും ഇരുന്നതാ, പിന്നെ അച്ചാർ, മമ്മിയുടെ അച്ചാർ. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ മമ്മീനെ പപ്പേനെയൊക്കെ മിസ് ചെയ്യും. അപ്പം മമ്മിയുടെ അച്ചാറൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ നല്ല കാര്യം. ഞാൻ കഴിച്ചിട്ട് വരാം. ബൈ. നമ്മൾ വീണ്ടും റെസ്റ്റ് എടുക്കാൻ പോകും. ഞാനിപ്പോൾ കഴിച്ച പാത്രമൊക്കെ കൊണ്ട് ഡിഷ് വാഷറിനകത്ത് വെച്ചു, അതിനകത്ത് വേസ്റ്റൊക്കെ കളഞ്ഞു. തിരിച്ച് വീണ്ടും വന്ന് ബെഡേ കിടന്നു. ഇനി ഗംഗ വരുന്നിടം വരെ വീണ്ടും യൂട്യൂബ് ആൻഡ് നെറ്റ്ഫ്ലിക്സ്. അവൾ വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെളിയിൽ പോകും. ജസ്റ്റ് എൻ്റെ ഗാർഡനിൽ ഞങ്ങൾ മുട്ട പപ്സ് ഉണ്ടാക്കും. സൂം ചെയ്ത് കാണിക്കണ്ട വരും. അത് കിട്ടി. ഞങ്ങളിങ്ങനെ പപ്സൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോവാ. എടുത്തോ. സന്തോഷം ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് തന്നെ പറയണം കേട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ തണുപ്പായിട്ട് ചായ വെക്കാം. പോലെ നന്നായിട്ട് തണുപ്പ് തുറന്നു. ഇച്ചിരി ബ്ലഡ് വന്നു. കുഴപ്പമില്ല.